ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇതിൽ കുക്കിംഗ്, ക്ലീനിങ് എല്ലാം ഇൻക്ലൂഡ് ആക്കിന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് വെജ് ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ പിന്നെ അതിന് സ്പൈസസ് ഇട്ട് കൊടുത്ത് പട്ട, കറാമ്പു, ഏലക്കി, ലവങ്കെല്ലാം അതെല്ലാം ഇട്ടിട്ടായിട്ട് ഉള്ളി ഒരു മീഡിയം സൈസ് ഞാൻ ഉള്ളി ചെറുതായിട്ട് കട്ടാക്കി ഇതിട്ട് കൊടുത്ത് എന്നിട്ട് ഒരു ബിരിയാണി ലീവ്സും കുറച്ച് ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ പിന്നെ തക്കാളിനെ നല്ലോണം മിക്സ് ആക്കണം. അത് തക്കാളി നല്ലോണം വെന്തുടയുന്നവരെ മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണിൻ്റെ അത്ര ഗരം മസാല ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഗരം മസാല ജാസ്തി ഇടാൻ പാടില്ല, ഞങ്ങൾ സ്പൈസസ് എല്ലാം ഇട്ടുകൊണ്ട് ഗരം മസാല ഒരു 1/4 സ്പൂൺ മതി. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബൈരിങ്ങ, പിന്നെ ബട്ടാണി ഇത്ര ഐറ്റം എടുത്തിന്. അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ടായ പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരി എടുക്കുന്നത്. അതിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിന്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് അതെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിലാക്കിയാൽ മതി. ഇപ്പോൾ കുക്കറിൻ്റെ ഹെയർ പോയിന് നല്ല പെർഫെക്റ്റായിട്ട് വന്നിന്. വെജിറ്റബിൾസ് എല്ലാം നല്ല പാങ്ങിൽ കുക്കായിന്. പിന്നെ ചോറെല്ലാം നല്ല പിടി ആയിട്ടുണ്ട്. ഞാൻ ജാസ്തി ഓയിൽ ഇടില്ല. ഗീ റൈസ് കാട്ട് പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി എന്തൊക്കെ ഞാൻ ജാസ്തി ഓയിൽ ഇടില്ല. ഒരു സാധാരണ എത്ര വേണം അത്ര തന്നെ ഇടുന്നത്. എന്നിട്ട് കുട്ടികൾക്കും ഉമ്മാക്കും എല്ലാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനും ഞാൻ ഇതന്നെ ആക്കി, ഞാൻ വേറെ സെപ്പറേറ്റ് ഒന്നും ആക്കാൻ പോയിട്ടില്ല. അങ്ങനെ കുട്ടികൾക്കും ഉമ്മാക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാൻ കുട്ടികളെ ലഞ്ച് ബോക്സ് ഫില്ലാക്കി. ഞാൻ കുട്ടികൾ സ്കൂളിലേക്ക് പോയ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ഉമ്മാക്കും കുട്ടികൾക്കെല്ലാം ഞാൻ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെ ഞാൻ കുറച്ച് കച്ചമ്പർ ആക്കിയിട്ടുണ്ട്. ഇത് ക്യൂക്കുംബറും പിന്നെ ഉള്ളി, പച്ചമുളകെല്ലാം ഇട്ടിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതും കുറച്ച് ഇട്ട് കൊടുത്ത്. പിന്നെ വെജ് ബിരിയാണിക്ക് പുതിന ചട്നി ആക്കിയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് മോള് പറഞ്ഞ് പുതിന ചട്നി വേണ്ട, സലാഡാക്കി താന്ന്. അങ്ങനെ ആയിട്ട് ഞാൻ സലാഡാക്കി കൊടുത്ത്. അങ്ങനെ 2 ആളെ ലഞ്ച് ബോക്സ് ഫില്ലാക്കിയിട്ടായി. പിന്നെ സ്നാക്സൊക്കെ ഞാൻ വാട്ടർ മെലോൺ ഇട്ട് കൊടുത്ത്, ബത്തക്ക. പിന്നെ മോൾക്ക് സ്നാക്സ് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മോനിക്ക് മാത്രം സ്നാക്സ് ഇട്ടത്. പിന്നെ കുടിക്കാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ബോട്ടിലിൽ. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതങ്ങനെ വാപ്പസ് കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂറ്. എന്നാലും ഞാൻ ഇതിലൊരു 3/4 ഒഴിക്കും. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിൽ, അങ്ങനെ കൊണ്ട് 3/4 വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അങ്ങനെ കൊണ്ടുപോറ്, അങ്ങനെ ജാസ്തി വെള്ളമൊന്നും കുടിക്കില്ല. അങ്ങനെ 2 ആളെ ലഞ്ച് ബാഗ് ഫില്ലാക്കി. ഈ വീഡിയോ ഞാൻ ഒരു 4 ദിവസം മുമ്പ് എടുത്തത്, ബായച്ചിൽ നിന്ന് എടുത്ത വീഡിയോസ് ഇത്. ഞങ്ങൾക്ക് പിന്നെ എഡിറ്റിംഗ് എല്ലാം ഫസ്റ്റ് തന്നെ ആക്കിയിട്ടുണ്ടായി. വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഞാൻ ഈ വീഡിയോസ് ഇടാൻ കുറച്ച് ഡിലേ ആയിപ്പോയത്. അങ്ങനെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് എല്ലാം ഫില്ലാക്കിയിട്ടായ പിന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോയ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടായിട്ട് പിന്നെ ഞാൻ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ അടുത്ത വീട്ടിൽ ഒരു മരമുണ്ട്, അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ ഉതിരിട്ടുണ്ടെന്ന്. ഇപ്പോൾ കാറ്റും ആയതുകൊണ്ട് എല്ലാം ഉണങ്ങിയ ഇലയെല്ലാം ഞങ്ങളെ മുറ്റത്ത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ കൊണ്ട് നല്ലോണം ചപ്പും ചവറെല്ലാം നല്ലോണം ഉണ്ടായി. അങ്ങനെ മുറ്റെല്ലാം അടിച്ച് പാരിട്ടായ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ ഒത്തരാക്കിക്കൊണ്ട് വന്ന് ലിവിങ് റൂമിൽ സോഫ സെറ്റെല്ലാം നല്ല പാങ്ങിൽ തട്ടി കൊടുന്ന് പിരിച്ചിട്ട് എന്നിട്ട് ബെഡ്റൂമിൽ കുട്ടികൾ ഐറൺ ആക്കിയിട്ട് ഐറൺ ബോക്സെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ടായി. അതെല്ലാം എടുത്തിട്ട് അതേ സ്ഥലത്ത് എടുത്ത് വെച്ച് പിന്നെ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ആ പടമെല്ലാം അടെല്ലാം വലിച്ചിട്ടുണ്ടായി. അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ തോർത്തുകളും അങ്ങനെ അതെല്ലാം എടുത്ത് അങ്ങനെ ഉണങ്ങാനിട്ട് കുട്ടികൾ മാറ്റിയ തുണിയെല്ലാം ബെഡിൽ തന്നെ ഉണ്ടായി. അതെല്ലാം എടുത്തിട്ട് കవ్വാനിട്ടിട്ട് പിന്നെ എല്ലാ ബെഡും ഒരു സൈഡിൽ നിന്ന് തന്നെ പിരിച്ചിട്ടുകൊണ്ട് വന്ന്
ഞാൻ മുമ്പെല്ലാം സ്വബേ നിസ്കരിച്ചിട്ടായ പടന് പെരല്ല ക്ലീനിങ് തുടങ്ങും. പിന്നെ കുട്ടികൾ രാവിലെ പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന മുമ്പ് തന്നെ എൻ്റെ പെരൻ്റെ പണി അടിക്കലും തുടക്കലും പാത്രം പോലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാന്ന്. പിന്നെ കുട്ടികൾ പോയ പിന്നെ അതേപോലെ എല്ലാം വലിച്ച് വാരിട്ടിട്ടുണ്ടാന്ന്. അങ്ങനെ കൊണ്ട് ഞാൻ കുട്ടികൾ സ്കൂളിലേക്ക് പോയ പിന്നെ ആക്കൽ എന്നെ നോമ്പിൽ അങ്ങനെ ആക്കാൻ കഴിയില്ല. എന്താ പറഞ്ഞാൽ നല്ല ചൂടുണ്ട് ഇപ്പോൾ. ആ ചൂടിൽ പെരൻ്റെ പണിയെടുത്താൽ ഫുള്ള് ടയേർഡായി പോകും. അങ്ങനെ അത്തായം വെച്ച പാട് സ്വബേല നിസ്കരിച്ചിട്ടായിട്ട് പിന്നെ ഞാൻ ഫുള്ള് ക്ലീനിങ് ആക്കൽ. ക്ലീനിങ് ആക്കിയിട്ട് ഒരു 8-9 മണിയാകുമ്പോൾ എൻ്റെ എല്ലാ പണിയും ഒത്തരായിട്ടുണ്ടെന്ന്. പിന്നെ ഫുള്ള് ഫ്രീ ഉണ്ടാകുന്നല്ലോ. പിന്നെ നമുക്ക് ഖുർആന് ഖത്ത ഓതാനും എല്ലാത്തിനും ടൈം കിട്ടും. അങ്ങനെ എല്ലാ റൂമത്തെ ബെഡെല്ലാം പിരിച്ചിട്ടിട്ട് ആയ പിന്നെ ഞാൻ ഫിഷ് ടാങ്കിൻ്റെ വെള്ളം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള വെള്ളത്തിന് വേറെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ആ ഫിഷ് ടാങ്ക് പാങ്ങൽ കഴിയുക. എന്നിട്ട് അതിലുള്ള സ്റ്റോണെല്ലാം നല്ല പാങ്ങൽ കഴിയിട്ട് അതിൽ വേറെ നല്ല വെള്ളത്തിൽ നിറച്ച് അത് സ്റ്റോണെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ ഫിഷ് ഇട്ട് കൊടുത്ത്. ഞാനൊരാഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കും. ഇല്ലെങ്കിൽ അതിലുള്ള മീനെല്ലാം ചത്തു പോകുന്നു. അങ്ങനെ ബക്കറ്റിലുള്ള വെള്ളമെല്ലാം കൊട്ടി മറിച്ചിട്ട് മീനിക്കെല്ലാം ഫുഡ് ഇട്ട് കൊടുത്ത്. ഇതിൽ ജാസ്തി മീനൊന്നുമില്ല, കുറച്ച് മീനേ ഉള്ളൂ. കുറേ മീനുണ്ട്, എല്ലാം ചത്തുപോയി. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ആ ചെറിയ മീനുകൾ. അങ്ങനെ ഫിഷ് ടാങ്കിൻ്റെ വെള്ളമെല്ലാം ചേഞ്ച് ആക്കിയിട്ടായി പിന്നെ ഡൈനിങ് റൂമെല്ലാം ക്ലീൻ ആക്കി. പിന്നെ ടേബിളിലുള്ള സാധനമെല്ലാം എടുത്തിട്ട് അതത് സ്ഥലത്ത് എടുത്ത് വെച്ച്. ഈ സിങ്കിൻ്റെ അടുത്തുള്ള തുണീനെ എടുത്താൽ അത് അതേപോലെ മടക്കി വെക്കില്ല, അങ്ങനെ ചുരുട്ടി വെക്കും കുട്ടികൾ. എൻ്റെ എല്ലാ വീഡിയോസിലും എല്ലാ പണിയും ഒരേപോലെ ഉണ്ടാവും. എന്താ പറഞ്ഞാൽ ഞാൻ ഒരേ ഓർഡർ പ്രകാരം എപ്പോഴും ഡെയിലി ആക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പണിയും വലിയ ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല. വേഗം എൻ്റെ പണിയെല്ലാം തീർന്ന്. അങ്ങനെ ഡൈനിങ് റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ടായ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് കിച്ചണിൽ കవ్വാനുള്ള പാത്രമെല്ലാം എടുത്ത് സിങ്കിലിട്ട് പിന്നെ കുക്കറിലുള്ള ചോറും പിന്നെ കറികളെല്ലാം ഉണ്ട് അതിനെല്ലാം വേറെ മാറ്റി വെച്ച് ഞാൻ വേറെ ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് അതിന് ഒന്നാ ഫ്രിഡ്ജിൽ വെക്കും, ഇല്ലെങ്കിൽ അങ്ങനെ അവിടെ സൈഡിൽ വെക്കും. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് അതേ ചൂടാക്കിയിട്ട് ബേക്കാം. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പം ഞാനിത് ഉച്ചക്ക് കൂട്ടിയിട്ട് തന്നെ ഞാൻ ചോറാക്കി. ഞങ്ങൾക്ക് കുറച്ച് നോമ്പിനുള്ള സാധനം മേടിക്കാൻ പോകാനുണ്ട് പുറത്ത്. പിന്നെ നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞത്. അങ്ങനെ ആയതുകൊണ്ട് ഉച്ചക്ക് കൂട്ടിയിട്ട് തന്നെ വെജ് ബിരിയാണി ആക്കിയത്. അങ്ങനെ അതുകൊണ്ട് പിന്നെ കുറച്ച് നൈറ്റാക്കിയ കറിയും ഉണ്ടായി. അതെല്ലാം എടുത്തിട്ട് ഒരു ബോക്സിൽ വെച്ച് പിന്നെ എല്ലാ റൂമും ഒത്തരാക്കിയിട്ടാകുമ്പോൾ കുറേ തുണി കിട്ടും. കുട്ടികളാടെ വലിച്ചിട്ടതും മാറ്റിയിട്ടതും എല്ലാം ഉണ്ടാവും. അതെല്ലാം എടുത്ത് കൊടുന്ന് വാഷിംഗ് മെഷീനിൽ കవ్വാനിട്ട് അപ്പോൾ അത് കയറ്റാകുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ അടിക്കൽ തുടക്കലെല്ലാം ആവും. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ അടിച്ച് പറിക്കൊണ്ട് വന്ന് അങ്ങനെ ഉള്ളിലത്തെ പണിയെല്ലാം ആകുമ്പോഴേക്കും മെഷീനിലുള്ള തുണിയും തിരുമ്പിട്ടാവും. പിന്നെ അതിനെല്ലാം ഉണങ്ങാനിട്ടിട്ട് ഞാൻ അപ്പോൾ ഞങ്ങളെ പേരൻ്റെ മുമ്പിൽ ഗ്രൗണ്ട് ഉണ്ട്, സ്കൂൾ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ഫിലിം ഷൂട്ടിംഗ് നടന്നുകൊണ്ടുണ്ട്, മലയാളം മൂവി. അങ്ങനെ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അടുത്ത പെരക്കാരും ഞാനും നോക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇതൊരു ഹള്ളി സീന്, ഹള്ളിത്തെ ഒരു പെരൻ്റെ കോഴിയും ആടും എല്ലാം ഉള്ള ഒരു പെരൽ എന്നിട്ട് ഷൂട്ടിംഗ് ആയിക്കൊണ്ടുള്ളത്. ആ കാണുന്ന ആ പെണ്ണുങ്ങളും ആടെ നിന്നിട്ട് ആ കഷണ്ടി മുടി ഉണ്ടല്ലോ ആ ആണുങ്ങളും പിന്നെ ആ പെണ്ണുകുട്ടിയും ഹീറോയിന്. പിന്നെ ഹീറോയിൻ്റെ പേരൊന്നും അറിയില്ല, മൂവീസിൻ്റെ പേരും അറിയില്ല. ജസ്റ്റ് അങ്ങനെ നോക്കിയിട്ട് വന്ന് അങ്ങനെ അത് നോക്കിയിട്ട് വന്നിട്ടായി പിന്നെ എൻ്റെ കുളിയോ നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ചോറെല്ലാം വേവിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം കുട്ടികൾ വന്ന് പിന്നെ പാനിപ്പൂരി ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് അതിൻ്റെ തോലെടുത്തിട്ട് നല്ലോണം കയറ്റി കുക്കറിലിട്ട് പിന്നെ കുറച്ച് ബട്ടാണി ഇട്ട് കൊടുത്ത് ഞാൻ വെജ് ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് ബട്ടാണി പൊതിർത്തിയത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായി. അതുതന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടത്. പിന്നെ എണ്ണ ചൂടാവാൻ വെച്ച് ഈ ബോക്സിലുള്ള ഈ പാനിപ്പൂരി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ പൂരിയെല്ലാം ചുട്ടെടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഇത് പാനിപ്പൂരി. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കൊടുത്തിട്ട് ആക്കി കൊടുത്തിന് കുട്ടികൾക്ക്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഈ പഴയ എണ്ണയിലാക്കിയ ഇതെല്ലാം മേടിച്ച് കൊടുക്കുന്നതിനായിട്ട് ഇങ്ങനെ പെരൽ തന്നെ ഞങ്ങൾ ആക്കി കൊടുക്കുന്നത് നല്ലത് കുട്ടികൾക്ക്. ഇതും നല്ലതല്ല, ഓയിലി ഫുഡും ജാസ്തി നല്ലതല്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ വൈകുന്നേരം വന്ന് ചോറൊന്നും വയ്ക്കില്ല, ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ആക്കി കൊടുത്താൽ തിന്നു. അങ്ങനെ ഉരുളക്കിഴങ്ങല്ലോ പാങ്ങിൽ വെന്തിന് അതിന് ഞാൻ നല്ലോണം സ്നാഷാക്കി. ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കിയ ഒരു ഉള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കാന്താരി മുളക് ഇട്ടിന്. ഞാൻ കാന്താരി മുളക് ഞാൻ ഉണക്കി വെച്ചിന്, അതിങ്ങനെ പൊടിയാക്കി ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുത്ത് പിന്നെ വേവിച്ച് വെച്ച് ബട്ടാണി ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി.
ഇതിന് പച്ചമുളകും ഇടുക, ഞാൻ കാന്താരി മുളക് ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ പാനിപൂരിക്ക് പാനിയാക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഒരു പാക്കറ്റ് പൊടി ഉണ്ടായി, അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ലോണം മിക്സാക്കി ഞാൻ. പിന്നെ കുറച്ച് അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്. പിന്നെ എന്നൊരു പാക്കറ്റ് ഉണ്ട്, ഇത് സ്വീറ്റ്. ഇത് മറ്റേത് സ്വീറ്റല്ല, അത് പുളി ഉപ്പും കാരമായിട്ട് നല്ല ഉണ്ടത്. ഇത് സ്വീറ്റ്, ഇത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. ഇത് ജാസ്തി ലൂസാക്കാൻ പാടില്ല, കുറച്ച് തിക്കായിട്ട് ഇരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പൂരിയെല്ലാം ഇങ്ങനെ ഒരു ഹോളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നേരത്തെ വേവിച്ച് വെച്ച പൊട്ടാറ്റോൻ്റെ ഇത് മസാല ഫില്ലാക്കി കൊടുക്കാം. ഞാൻ ഫസ്റ്റ് എല്ലാം ഇങ്ങനെ ഫില്ലാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അതിലേക്ക് പാനി ഒഴിക്കരുത്. ഫസ്റ്റ് തന്നെ പാനി ഒഴിച്ചെങ്കിൽ എല്ലാം മെൽട്ടായി പോകും. അങ്ങനെ കൊണ്ട് ഫസ്റ്റ് അതിന് മസാല എല്ലാം ഇട്ടിട്ട് എല്ലാം ഒരു പ്ലേറ്റിൽ ഫുള്ള് ഫില്ലാക്കി വെക്കുക. അപ്പോൾ കുട്ടിയൊക്കെ അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പാനി മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ തിന്നാലേ, അങ്ങനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് എല്ലാം ഇങ്ങനെ ഫില്ലാക്കി വെച്ചത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒന്ന് ട്രൈ ആക്കി നോക്കി. ഇത് റെഡിമെയ്ഡ് പാക്കറ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് പാനി ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കുറച്ച് ഈ പാനിയും കുറച്ച് മറ്റേ പാനി ഒഴിച്ചിട്ട് തിന്ന് നോക്കി ഫസ്റ്റ്. ഞങ്ങൾക്ക് എന്താ മറ്റേ സ്വീറ്റുള്ളത് അത്ര ഇഷ്ടമായിട്ടില്ല. അങ്ങനെ വൈകുന്നേരം ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് ഒരു മാതിരി നിസ്കരിച്ച പിന്നെ ഇന്ന് പള്ളിയിൽ സലാത്ത് ഉണ്ടായി. വെള്ളിയാഴ്ച മോന്തിയായ കൊണ്ട് പള്ളിയിൽ സലാത്ത് ഉണ്ടായി, നാരിയത്ത് സലാത്ത്. അങ്ങനെ സലാത്തേക്കെല്ലാം പോയിട്ട് വരുമ്പോൾക്ക് ഇവിടെ ഷൂട്ടിങ് നടത്തല്ല ഫുള്ള് ലൈറ്റിങ്സ് ഉണ്ടായി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ പിടിച്ചതേ ഉള്ളൂ. ഫുള്ള് അവിടെ എല്ലാം കുറേ ആൾക്കാരും കുറേ വണ്ടികളെല്ലാം ഉണ്ടായി, നല്ല പാങ്ങുണ്ടായി, ഫുള്ള് ലൈറ്റിങ്സ് എല്ലാം ആയിട്ട്. അങ്ങനെ സലാത്തിൽ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ ഞാനും കുട്ടികളും ഉമ്മലും ഡിന്നർ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.